തടയാൻ വേണ്ടി മലപ്പുറത്ത് മുസ്ലിങ്ങൾ രംഗത്ത് വരുന്നു എന്ന വ്യാജ പ്രചാരണം കുംഭമേള ആരംഭിച്ചതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജനത ഒറ്റക്കെട്ടായാണ് കുംഭമേളയ്ക്ക് പിന്തുണ നൽകുന്നത്. ഇത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടി കുംഭമേള തടയാൻ നിൽക്കുന്നുവെന്ന പേരിൽ വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇതാണ് മലപ്പുറം ജനത. ജാതിയോ അല്ലെങ്കിൽ മതമോ അല്ല അവിടെ മലപ്പുറം ജനതയുടെ ഒന്നായിട്ടുള്ള കൂട്ടായ്മയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണ വീഡിയോ നമുക്ക് കാണാം. നമ്മളത് സംഭവം എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. നമ്മളെ നാട്ടിനൊരു ഇങ്ങനൊക്കെ വരുമ്പോഴാണ് നാട്ടിനൊരു പേര് കിട്ടുള്ളൂ, ഒരു വികസനം എന്നൊക്കെ ഒരു സംഗതികൾ അറിയുള്ളൂ. എന്തായാലും കുംഭമേള വന്ന് നല്ല റായത്തോട് കൂടിയിട്ട് പരിപാടി ഉഷാറായിട്ട് പോട്ടെ. കുംഭമേള വന്ന് നല്ല റായത്തായിട്ട് പോട്ടെ, ഉഷാറായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കുംഭമേള കഴിഞ്ഞു പോട്ടെ നമ്മൾ പറയും. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാരും വന്ന് സ്വാമിമാര് വന്ന് അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ അവര് പോകണം, നല്ല റായത്തായിട്ട് പോകണം എന്ന് നമ്മളെ ഉദ്ദേശം. അല്ലാതെ റായത്തായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രീതിയിൽ ഇസ്ലാമിൽ റായത്ത് ഈമാൻ എന്നൊക്കെ പറയും. നമ്മൾ ഈമാനോട് കൂടി പല ചടങ്ങുകൾ കഴിച്ച് പോകുക എന്നാണ് നമ്മളെ ഉദ്ദേശം. അത്രയ്ക്കും സന്തോഷമായിട്ട് പറ്റുന്നത്, അത്രയ്ക്ക് സന്തോഷമായിട്ടാണ് പരിപാടി. നമ്മളെ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കുംഭമേള നടക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. നോക്കുക, അവിടുത്തെ മാമാങ്കത്തെ എത്രത്തോളമാണ് മലപ്പുറംകാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. അവർ വളരെ സന്തോഷത്തിലാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ സഹോദരങ്ങളെ പോലെ തന്നെ കൈകോർത്തുകൊണ്ടാണ് ആ ഒരു വലിയ മാമാങ്കത്തെ വരവേൽക്കുന്നതും അല്ലെങ്കിൽ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ വളരെ സന്തോഷത്തിലാണ്. ഈ കുത്തിത്തിരിപ്പുകാർക്ക് പറയുന്നത് പോലെ ആരും തന്നെ ഇതിനെതിരെ പറയാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വന്നിട്ടില്ല. തിരുനാവായ മണപ്പുറത്ത് നോക്കിയാൽ കാണാം, ഈ മേളം നടക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ കുലുക്കി സർബത്തും മോരും വെള്ളവും കുടിവെള്ളവും ഒക്കെ ആയിട്ട് മുസ്ലിം സഹോദരങ്ങളും രംഗത്ത് സജീവമായി തന്നെയുണ്ട്. ഇതാണ് അവിടുത്തെ മതസൗഹാർദ്ദം. എന്നാൽ ഇതോടുകൂടി മലപ്പുറത്തൊരു സംഘർഷം പ്രതീക്ഷിച്ചവർക്ക് വലിയ രീതിയിലുള്ള ഒരു നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. അവർ ഒത്ത പോലുള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല. ഈ മതനിരപേക്ഷ മണ്ണാണ് കേരളം, മതനിരപേക്ഷകരുടെ ഈറ്റില്ലമാണ് മലപ്പുറം. ഇവിടെ വർഗീയത പറയാൻ ആര് ശ്രമിച്ചാലും മതസാഹോദര്യം എന്ന് നിലനിൽക്കും എന്നതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഈ ഒരു കുംഭമേളയുടെ മികച്ച മുന്നേറ്റം കാണുകയാണ്. ഇത് തന്നെയാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉടലെടുപ്പിക്കാം എന്ന് നോക്കി നിന്നവർക്ക് വലിയൊരു തിരിച്ചടി പോലെ തന്നെയാണ് അവിടുത്തെ മതസൗഹാർദ്ദത്തിന്റെ ഈ ഒരു കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതും കേൾക്കാൻ സാധിക്കുന്നതും. അത് തന്നെയാണ് അതിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ അഭിമാനിക്കുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ്.